KMCCയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ താങ്കളോടുള്ള ചോദ്യമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. എൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ ഏറെ സംഭാവന ചെയ്യുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ. ലോകത്ത് മൊത്തം മലയാളികളായിട്ടുള്ള നിരവധി പ്രവാസികളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലുള്ളത് ഗൾഫ് രാജ്യങ്ങളിലാണ്. അപ്പം നിലവിലുള്ള കേരള സർക്കാർ നേരത്തെ നൽകിയ വാഗ്ദാനങ്ങൾ വല്ലതും പൂർത്തീകരിച്ചോ? ഇനി വരാൻ പോകുന്ന സർക്കാർ ആരായാലും ആ സർക്കാരിനോട് എന്താണ് KP മുഹമ്മദ് കുട്ടിക്ക് പറയാനുള്ളത്? കഴിഞ്ഞ 10 വർഷമായി കേരളം ഭരിക്കുന്നത് വിദേശ രാജ്യത്തുള്ള 10-60 ലക്ഷത്തോളം വരുന്ന പ്രവാസി മലയാളികൾക്ക് കൂടി വികസന രംഗത്ത് കുതിപ്പ് തീർക്കുന്നതിന് വേണ്ടിയായിരുന്നു. എന്നാൽ പലപ്പോഴും സർക്കാർ പ്രഖ്യാപിക്കുന്ന പല ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമായിട്ടില്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ 10 വർഷം എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ടിൻ്റെ പ്രാതിനിധ്യമുള്ളതാണ്. അത്രയും ഗൾഫ് മലയാളികൾ അവരുടെ രാജ്യത്തേക്ക് അയക്കുന്ന സമ്പാദ്യം, പണം ഒഴുകുന്നത്, കേരളം ഇന്ന് പട്ടിണി കൂടാതെയും ഐശ്വര്യപൂർണമായും നിലനിൽക്കുന്നത് ഈ വിദേശ മലയാളികളുടെ സാന്നിധ്യം കേരളത്തിന് വേണ്ടി നിലനിൽക്കുന്നതുകൊണ്ടാണ്. ഇവർക്ക് നിയമപരമായും ഭരണഘടനാപരമായും മനുഷ്യത്വപരമായും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇനി നിലവിൽ വരാൻ പോകുന്ന ഗവൺമെൻറ് ആരായാലും അവർ മനസ്സിലാക്കേണ്ടത് ഇവരുടെ ആനുകൂല്യ വിതരണത്തിനും നിലവിലുള്ള സംഭാവനകൾക്ക് തുല്യമായ പരിഗണന ലഭ്യമായിട്ടില്ലെങ്കിൽ ആ ശതമാനക്കണക്കൊന്ന് വേർതിരിച്ച് ബോധ്യപ്പെടുത്തേണ്ടതാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വരുന്നെങ്കിൽ അവർക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ലോക കേരള സഭയെ പോലെ അതിശക്തമായ നിയമപരമായി പോരാടാൻ സാധിക്കുന്ന, പ്രവാസി മലയാളികൾക്ക് ഗുണകരമാകുന്ന, പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അതിസമർത്ഥമായും ശക്തമായും ലോക കേരള സഭയിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ പലതും പ്രഖ്യാപനങ്ങളിലൂടെ കടന്നുപോയതല്ലാതെ നടപടിക്രമങ്ങളിലൂടെ നടപ്പായില്ലെന്നതാണ് വാസ്തവം. ഏറ്റവും ചുരുങ്ങിയത് പ്രായാധിക്യമുള്ള ആളുകൾക്കെങ്കിലും പണം അടച്ചിട്ട് ലഭ്യമാകുന്ന വെൽഫെയർ സ്കീമിൽ പോലും പ്രായം പരിധി നിശ്ചയിച്ചുകൊണ്ടാണ് ഗവൺമെൻറ് പോകുന്നത്. 60 വയസ്സിന് പുറമെ 65 വയസ്സിന് പുറമെ എന്നൊക്കെ പറഞ്ഞ് തരംതിരിവ് നടത്തിയിട്ടും ഇന്നും ഞാൻ പറയുന്നത് ഇപ്പോൾ 46 കൊല്ലമായി ഞാൻ സൗദി അറേബ്യയിലുണ്ട്. എനിക്ക് പോലും ചേരാൻ പറ്റാത്ത രൂപത്തിലാണ് അതിൻ്റെ സംവിധാനങ്ങളുള്ളത്. പ്രായപരിധി എടുത്തു കളയുക എന്ന ശക്തമായ ആവശ്യത്തിന് ഇന്ന് വരെ സർക്കാർ തടഞ്ഞേകിയിട്ടില്ല, മറുപടി നൽകിയിട്ടില്ല. പെൻഷൻ പ്രായത്തിൽ ഇപ്പോൾ നൽകിയിരിക്കുന്ന സംഖ്യ മതിയാവുന്നതല്ല. രാജ്യത്തെ പണത്തിൻ്റെ പെരുപ്പം വർദ്ധിച്ചതുകൊണ്ട് 5000 രൂപയെങ്കിലും മിനിമം പെൻഷൻ ഉൾപ്പെടുത്തണമെന്നത് നിർബന്ധമായും വരുന്ന സർക്കാരിൻ്റെ മുന്നിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അതിൽ അംഗത്വം എടുക്കുന്നവരുടെ പ്രായപരിധി എടുത്തു കളയുകയും വേണം. ഇതാണ് നിലവിലുള്ള പദ്ധതിയിലേക്ക് ആദ്യമായി ഞങ്ങൾക്ക് വെക്കാനുള്ളത്. രണ്ടാമതൊന്ന്, പുനരുദ്ധാരണവും പുനർജീവനവും നിലനിൽക്കുന്ന രൂപത്തിൽ പ്രവാസികളുടെ കാര്യത്തിൽ അക്കമിട്ട് എണ്ണിപ്പറഞ്ഞ് പദ്ധതികൾ ആവിഷ്കരിക്കണം. കാലതാമസം കൂടാതെ ഇത് നടപടി പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ നിയമവ്യവസ്ഥകൾ സ്ഥാപിക്കണം. വിദേശ രാജ്യത്ത് തൊഴിലെടുക്കുന്നവർ നാട്ടിൽ തിരിച്ചെത്തുമ്പോൾ അവരുടെ പ്രായം സ്വാഭാവികമായും 35-40 വയസ്സിൽ ഗൾഫ് രാജ്യങ്ങളിൽ എത്തിപ്പെടുന്നവർ, അല്ലെങ്കിൽ യൂറോപ്യൻ സെക്ടറിൽ എത്തിപ്പെടുന്നവർ, അല്ലെങ്കിൽ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ രാജ്യത്തിൻ്റെ ഏതെങ്കിലും പ്രദേശങ്ങളിൽ എത്തിപ്പെടുന്നവർക്കും ആനുകൂല്യം ലഭ്യമാക്കണമെങ്കിൽ പ്രായപരിധി എടുത്തു കളഞ്ഞേ പറ്റും. വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അവർക്കും മക്കൾക്കും പഠനം പൂർത്തിയാക്കാനുള്ള സൗകര്യമുള്ള സ്ഥാപനം ഉണ്ടാവണം. ഇത് സംബന്ധമായി KMCC മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നതിനുള്ള കമ്മിറ്റിയെ ചുമതലപ്പെടുത്തുകയും അത് UDF നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രാബല്യത്തിൽ വരുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രതീക്ഷകളുണ്ട്. കഴിഞ്ഞ 10 വർഷമായി നഷ്ടപ്പെട്ട പ്രവാസി മലയാളികളുടെ ആവശ്യങ്ങൾ അതിശക്തമായി നടപ്പിലാക്കാൻ പര്യാപ്തമായ സർക്കാർ
ഈ ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ രൂപം കൊള്ളുമെന്നും ആ UDF സർക്കാരിൽ നിന്ന് ആവശ്യമായ സംരക്ഷണം പ്രവാസികൾക്ക് ലഭ്യമാകുമെന്നും പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് അവർക്ക് മുന്നിൽ ഞങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ന്യായമായ ആവശ്യങ്ങളെക്കുറിച്ചുള്ള മാനിഫെസ്റ്റോ. UDF ഗവൺമെൻറ്റിനെ അധികാരത്തിൽ ഏറ്റുക എന്നത് KMCCയെ സംബന്ധിച്ചിടത്തോളം ഉന്നതമായൊരു ദൗത്യമാണ്. UDF സർക്കാരിന് വോട്ട് ചെയ്യുന്ന പ്രവാസി മലയാളികളെ നാട്ടിലെത്തിക്കുന്നതിനാവശ്യമായ സജ്ജീകരണങ്ങൾ ഒരുക്കുന്നതിന് KMCC അതാത് ഘടകങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രവാസി മലയാളികളുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് ഇടപെടുന്ന UDF അധികാരത്തിൽ വരണമെന്നും UDF അധികാരത്തിൽ വന്നാൽ പ്രവാസി മലയാളിയുടെ പ്രശ്നങ്ങൾക്ക് കുറേക്കൂടി മെച്ചപ്പെട്ട വിജയമുണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് അവർ അധികാരത്തിലേറ്റുന്നതിന് വേണ്ടി പ്രവാസി മലയാളിയോട് അഭ്യർത്ഥിക്കുകയാണ് KMCC.